ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വന്നേക്കുന്നത് ഒരു പെയിൻറ്റിങ് ചെയ്യാനായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പെയിൻറ്റിങ് ആയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വന്നേക്കുന്നത്. ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ചെയ്യണ ഒരു പെയിൻറ്റിങ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് വീഡിയോനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൂടി പറയാനുള്ള ഒരു വീഡിയോ കൂടിയാണ് ഇത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും തന്നെ മുഴുവനായിട്ട് കണ്ടോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞു ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. ആദ്യം തന്നെ ഇതാ ഇങ്ങനെ ഒരു ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ പൊക്കത്താണ് നമ്മൾ ഡാർക്ക് ബ്ലൂ കളറ് അടിച്ചു കൊടുക്കണം കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ഇതിനകത്ത് പറയണില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എല്ലാം മനസ്സിലാവുന്ന രീതിക്കാണ് കേട്ടോ നമ്മളിത് ചെയ്തേക്കണത്. പിന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇവ എൻ ലിയ 500 സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോണേണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും 500 സബ്സ്ക്രൈബേഴ്സ് ആണ് ഇവൾ ഇത്ര കാര്യമായിട്ട് ഭയങ്കരമായിട്ട് പറയണത്. പക്ഷെ എന്നെ സംബന്ധിച്ച് 500 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് അത് സൂപ്പറാണ്, അടിപൊളിയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. അത് മാത്രവുമല്ല, നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മുടെ വീഡിയോസിൻ്റെ ഫീഡ്ബാക്ക് കൂടി നിങ്ങളെല്ലാവരും എനിക്കൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. കമൻ്റായിട്ട് തന്നെ ഷെയർ ചെയ്താൽ മതിയേ. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അതെനിക്കൊരു ഭയങ്കര ഹെൽപ്പായിരിക്കും. നമ്മുടെ വീഡിയോൻ്റെ ആദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പലർക്കും പല പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ വരക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. ചിലവർക്ക് വരക്കാൻ അറിയില്ല എന്നൊക്കെ വിചാരിച്ച് വരക്കാതിരിക്കും. പക്ഷേ ഈ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമുക്ക് വെറുതെ ജസ്റ്റ് കളേഴ്സ് ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കാൻ പറ്റിയ അത്രയും സിമ്പിളായിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമുക്കതിനോടൊരു ഇഷ്ടം വേണം. ഇഷ്ടവും താല്പര്യവും ഉണ്ടെങ്കിൽ എത്ര വലിയ കാര്യമാണെങ്കിലും നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും. പക്ഷേ ഈ സംഭവം ഭയങ്കര സിമ്പിളാണ് കേട്ടോ. എത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഏറ്റവും അടിപൊളി ഒരു പിക്ചറാണ് കേട്ടോ ഇത്. അടിപൊളിയെന്ന് ഞാൻ പറയാൻ പാടില്ലല്ലോ, കാരണം ഞാൻ വരക്കണ പിക്ചറല്ലേ. അപ്പോൾ എന്താണ്, നിങ്ങൾ എന്നെ കണ്ടിട്ട് പറയുക, കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയുക, കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂലെന്ന് പറയുക. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. അത് മാത്രവുമല്ല, നിങ്ങളുടെ ഫീഡ്ബാക്ക് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അതിനകത്തൊന്ന് കമൻറ്റ് ചെയ്യും വേണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ വീഡിയോസിന് കൂടുതൽ റീച്ച് കിട്ടാൻ തുടങ്ങുന്നത്. ചെറിയ ഷോർട്ട് വീഡിയോസ് മാത്രമല്ല, നമ്മുടെ ലോങ് വീഡിയോസും എല്ലാവരും കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. ലോങ് വീഡിയോസ് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവണത്. അപ്പോൾ അതാ നമ്മുടെ പാർട്ട് 1 പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പെയിൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പെയിൻറ്റിങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയും സംഭവം. ഈ ഒരു ഷെയ്ഡ് ചെയ്യണതിൽ മാത്രമേ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. ബാക്കി അങ്ങോട്ട് ചടപടയെന്നും പറഞ്ഞ് എല്ലാം അങ്ങോട്ട് തീരും. സ്കൈ ആകുമ്പോൾ അതിനകത്ത് കുറേ സ്റ്റാർസൊക്കെ വേണ്ടേ. അതിനായിട്ട് നമ്മളിതാ വൈറ്റ് പെയിൻറ്റ് വെച്ച് ഇതേപോലെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ചിലവർ ഈ ബ്രഷ് വെച്ച് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ എന്തുവരും പറയണം, ഇങ്ങനെ ചെയ്യണ ഒരു പരിപാടി ഇല്ല. അത് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ ടൈപ്പ് ബ്രഷൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അത് മാത്രവുമല്ല, രാത്രി 1 മണിക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞാവനെയും ഇവമോളെയും ഒക്കെ ഉറക്കി കഴിഞ്ഞ് ചെയ്യാൻ തുടങ്ങിയൊരു വീഡിയോയാണിത്. അപ്പോൾ നമ്മുടെ മിക്ക വീഡിയോസ് ഇതേപോലെ തന്നെ രാത്രി 1 മണി 12 മണിക്കൊക്കെ ചെയ്യണ വീഡിയോകളായിരിക്കും കേട്ടോ. ചിലത് മാത്രം നമ്മൾ പകൽ ഒരു വൈകുന്നേരം ഒക്കെയാണ് ചെയ്യണത്. അപ്പോൾ ഇതൊരു രാത്രി ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട് നമുക്ക് കയ്യിൽ ഒതുങ്ങിയ സാധനങ്ങളും കൊണ്ട് ഒപ്പിച്ചൊരു പെയിൻറ്റിങ് ചെയ്തതാണ് കേട്ടോ ഇത്. ഇതുപോലെ നല്ലൊരു പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു ബ്രഷും കൊണ്ട് ഇതുപോലെ നമ്മൾ ജൈൻറ്റ് വീല് വരച്ചു കൊടുക്കുകയാണ്. ഒരുപാട് നാളായിട്ട് വരക്കാതിരുന്ന് വരക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ അങ്ങോട്ട് വരച്ചു പോകാൻ പറ്റണില്ല കേട്ടോ സംഭവം. ഇങ്ങനെ നമുക്ക് ഈ ജൈൻറ്റ് വീല് ഫുള്ള് വരച്ചെടുക്കാം കേട്ടോ.
ദേ ഈ ഡോട്ട് ഡോട്ട് കണ്ടോ, നമ്മുടെ ജയന്റ് വില്ലിന് കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ലൈറ്റിൻ്റെ സംഭവങ്ങൾ ഇട്ട് കൊടുത്താണ് കേട്ടോ. സംഭവം ലുക്കായിട്ടില്ലേ? അപ്പോൾ ദാ ഇനി താഴെ കുറച്ച് ചെടിയും മരവും പുല്ലൊക്കെ കൂടി വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ പടമല്ല പെയിൻറ്റിങ് ഏകദേശം പൂർത്തിയായിട്ടുണ്ടാവും. അപ്പോൾ അതാ കണ്ടിട്ട് എന്ത് തോന്നണ്, വരക്കാൻ അറിയാൻ പാടാത്തവർക്ക് പോലും അടിപൊളിയായിട്ട് വരക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പിക്ചർ അല്ലേ ഇത്. എപ്പോഴും പറയണ പോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ഒരു കുഞ്ഞു ഹാർട്ടും കുഞ്ഞു ലൈക്കും തന്നെ കേട്ടോ. പെയിൻറ്റിങ്ങിൻ്റെ മാസ്കിൻ്റെ ഇപ്പൊക്കെ പൊളിച്ചു കളഞ്ഞ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എങ്ങനെയുണ്ട് നമ്മുടെ പെയിൻറ്റിങ്? അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.